വർദ്ധിച്ചുവരുന്ന ഇന്ത്യ US തർക്കങ്ങൾക്കിടയിൽ യുഎസുമായി ഒന്നിച്ചു ചേർന്ന് പുതിയ തന്ത്രങ്ങൾ മെനയാൻ തയ്യാറായി രംഗത്തിറങ്ങി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ 2 മാസത്തിനിടെ രണ്ടാം തവണയും അമേരിക്ക സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്ലാമാബാദും വാഷിംഗ്ടൺ DC-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ സൂചന നൽകുന്ന ഈ സന്ദർശനം കയറ്റുമതിയിലെ താരിഫുകളെ ചൊല്ലി യുഎസും ഇന്ത്യയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിനിടയിലാണ്. ഈ സംഘർഷം മുതലെടുത്ത് പാകിസ്ഥാൻ കൂടുതൽ ശക്തമായി ഇന്ത്യയെ ആക്രമിക്കാനുള്ളൊരു സാധ്യത മുന്നിലുണ്ടെന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള ട്രംപിന്റെ വ്യാപാര കരാറിന് ശേഷമാണ് ഇത്തരത്തിലൊരു സന്ദർശനം. ഇസ്ലാമാബാദിന് മുൻഗണനാ താരിഫ് നിരക്ക് വാഗ്ദാനം ചെയ്യുകയും എണ്ണശേഖരം പര്യവേക്ഷണം ചെയ്യാനുള്ള പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ കയറ്റുമതികൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്ന മറ്റു രാജ്യങ്ങൾക്കും സമാനമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മൊത്തം താരിഫ് 50% ഉയർന്നതിനു ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്ന US അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നതെന്നും ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിനാൽ മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇന്ത്യയിൽ അധിക തീരുവ ചുമത്താൻ US തീരുമാനിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ മുനീർ ജൂണിൽ വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു. ട്രംപ് അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. വാസ്തവത്തിൽ മുൻ സന്ദർശന വേളയിൽ ഈ വർഷം അവസാനം US-ലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുനീർ സൂചന നൽകിയിരുന്നുവെന്ന് പാകിസ്ഥാൻ പത്രമായ ഡോണിലെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു. ജൂലൈയിൽ US സെൻട്രൽ കമാൻഡ് തലവനായ ജനറൽ മൈക്കൽ എറിക് കുരില്ല നടത്തിയ പാകിസ്ഥാൻ യാത്രയെ തുടർന്നാണ് മുനീറിന്റെ US യാത്രാ പദ്ധതി. ഈ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ സർക്കാർ US ജനറലിന് നിഷാനി ഇംതിയാസ് ബഹുമതിയും നൽകി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധം അസ്വസ്ഥമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ അവകാശവാദം നിഷേധിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നടപടി കൂടുതൽ വഷളാകുന്നതല്ലെന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറഞ്ഞിരുന്നു. ലോകത്തിലെ ഒരു നേതാവും ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയതാണ്. ഈ അവകാശവാദങ്ങളെ തുടർന്നാണ് താരിഫ് വർധനവ് ഉണ്ടായത്. അതേസമയം പാകിസ്ഥാനും US-ഉം തമ്മിലുള്ള വളർന്നുവരുന്ന സൈനിക തന്ത്രപരമായ ഇടപെടലിനെയാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ആഴ്ചകൾക്ക് ശേഷം ജൂണിൽ മുനീർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു നേരിട്ടുള്ള ഉച്ചഭക്ഷണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു US പ്രസിഡന്റ് ഒരു പാകിസ്ഥാൻ സൈനിക നേതാവിനെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ സ്വാഗതം ചെയ്യുന്നത്. മെയ് മാസത്തിലെ ശത്രുതയ്ക്കിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ മുനീർ വഹിച്ച പങ്കിനെ ട്രംപ് പരസ്യമായി പ്രശംസിച്ചു. യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും അത് അവസാനിപ്പിക്കുകയും തിരിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. US പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. 2 അയൽക്കാർക്കിടയിലുള്ള ആണവ യുദ്ധം ഒഴിവാക്കിയതിന് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നതിനെ പാകിസ്ഥാൻ സൈനിക മേധാവി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സർക്കാർ ട്രംപിനെയും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തു. മെയ് മുതൽ വ്യാപാര ബന്ധം വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വെടിനിർത്തൽ ഉണ്ടാക്കിയതെന്ന് ഇന്ത്യ ഉറച്ചുനിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.